നമുക്ക് ഇന്ന് നിന്ന് തുടങ്ങാം. എന്തിനാ പുരാണത്തിലും ചരിത്രത്തിലും തുടങ്ങുന്നത്? ഇന്ന് തുടങ്ങാം. ഉത്ര ഒരു പേര് മാത്രമാണത്. എത്ര ഉത്തരമാണ്, എത്ര സ്ത്രീകളാണ് നമുക്ക് ചുറ്റും ജീവിച്ചിരിക്കുന്നത്. പക്ഷേ ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം, പണത്തിനും സ്ത്രീധനത്തിനും എന്ന് വേണ്ട, എല്ലാം ആ കുട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം എടുത്ത ശേഷവും ആ കുഞ്ഞിൻ്റെ ജീവൻ അവർക്ക് കൊടുക്കാമായിരുന്നു എന്നാണ് അമ്മയായ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്. 2 പെൺകുട്ടികളുടെ അമ്മയാണ്. ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരമ്മയും അധ്യാപികയുമാണ്. ഉത്രയുടെ അച്ഛനെ ഞാൻ വിളിച്ചിരുന്നു. അച്ഛനോട് പറയണം, അമ്മയോട് പറയണം. അച്ഛൻ്റെ വാക്കുകൾ ഇന്നും എൻ്റെ ചെവിയിൽ ഇങ്ങനെ മുഴങ്ങാണ്. എൻ്റെ മോളെ ആരൊക്കെ ഓർക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് അച്ഛൻ. ആ സംശയം നിങ്ങളെല്ലാവരും മാറ്റിക്കൊടുക്കണം. ഉത്ര എന്ന ഒരു വ്യക്തിയോടല്ല, ഒരു പെൺകുട്ടിയോടല്ല. ഇനി ഉത്തമ ഉണ്ടാവരുത്. അത് നമ്മൾ നമ്മുടെ ആൺമക്കളെ പറഞ്ഞ് പഠിപ്പിക്കണം. വീട്ടിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. അത് നിൻ്റെ സഹോദരിയാണ് മകളെ, അത് നിൻ്റെ അമ്മയെപ്പോലെയാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചാൽ ഇനി ഒരു ഉത്ര ഉണ്ടാവില്ല. ഇന്നും ആ അച്ഛൻ്റെ കരച്ചിൽ, ആ അമ്മയുടെ വേദന. ഉത്രയുടെ മോൾക്ക് 6 വയസ്സായി. പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നങ്ങേലി, അതൊരു സാങ്കല്പിക കഥാപാത്രമാണ്, ജീവിച്ചിരുന്നതാണ്. 2 പക്ഷവുമുണ്ട്. പക്ഷെ എന്തുമാവട്ടെ, നമ്മൾ കരുത്തുറ്റ സ്ത്രീ എന്ന് നങ്ങേലിയെ പറയുമല്ലേ. സ്വന്തം ജീവൻ കളഞ്ഞിട്ടാണ് ആ സ്ത്രീ കരുത്തുറ്റ സ്ത്രീയായത്. ഇന്നും നമ്മൾ പറയുന്നു നങ്ങേലി മുലക്കരം നിർത്തിയ ആ മിടുക്കി, ആഹാ എന്നൊക്കെ പറയുന്നു. മുലയൂട്ടുന്ന കുഞ്ഞു വാവയുടെ വായിൽ ചുണ്ടിലുള്ള മുലപ്പാൽ തുടച്ചു മാറ്റിയാണ് ആ അമ്മ നമ്മുടെ മുൻപിൽ ധീരവനിതയായി നിൽക്കുന്നത്. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ദേവയാനി, ഭർത്താവിന് എല്ലാം കൊടുത്ത് സ്നേഹവും പ്രണയവും എല്ലാം നൽകിയെങ്കിലും മറ്റൊരു സ്ത്രീയോട് അടുപ്പമുണ്ടായാൽ സാരമില്ല മോളെ, ചെളി വന്നാൽ പുരുഷൻ ചവിട്ടും, കുറച്ച് കഴിയുമ്പോൾ അത് കഴുകിക്കളയുമെന്ന് പറയുന്ന എത്രയോ അമ്മമാർ നമുക്കിടയിലുണ്ട്. തിരിച്ചുമാവാം കേട്ടോ. പുരുഷനെക്കുറിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല എന്ന് മാത്രം, തിരിച്ചുമാവാം. ഇന്നിപ്പോൾ നമ്മൾ സ്ത്രീകളെക്കുറിച്ച് പറയുന്നതുകൊണ്ട് മാത്രം. പുരാണത്തിലും ചരിത്രത്തിലുമുണ്ട് അങ്ങനത്തെ സ്ത്രീകൾ, ഇന്നുമുണ്ട്. ഇനി അങ്ങനത്തെ ഒരു സ്ത്രീ ഉണ്ടാവാതിരിക്കാൻ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രയത്നിക്കാമെന്നേ പറയാൻ സാധിക്കുള്ളൂ.